പക്ഷെ പോകുന്ന വഴി നമ്മുടെ ബുദ്ധിമാന്മാരായ 4 കൂട്ടുകാരും എന്താണ് ഇതുകൊണ്ട് ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ചു. ഈച്ചയാണെങ്കിൽ ആ ചെറിയ ചക്രം കൊണ്ട് നൂല് നൂൽക്കുന്ന ഒരു ചർക്കയുണ്ടാക്കി. നല്ല മനോഹരമായ ഉടുപ്പുകളൊക്കെ നെയ്യാൻ പറ്റിയ ഒരു ചർക്ക. എന്നിട്ടോ നല്ല തുവാലകളും ഉടുപ്പുകളും അവൾ നെയ്തുണ്ടാക്കി. പിന്നെ നമ്മുടെ മുള്ളൻ പന്നിയോ നല്ല നീളമുള്ള 2 കമ്പ് ആ ചെറിയ ചക്രത്തിന്റെ സൈഡിൽ വെച്ച് നല്ലൊരു ഉന്തുവണ്ടി ഉണ്ടാക്കി. ഇനി വേണ്ടത്ര പഴങ്ങളും പച്ചക്കറികളും തനിക്ക് തന്നെ കാട്ടിൽ പോയി കൊണ്ടുവരാമല്ലോ മുള്ളൻ പന്നി വിചാരിച്ചു. വളരെ മനോഹരമായ ഉന്തുവണ്ടി അവൾ നല്ല ഭംഗിയായി പണി പൂർത്തിയാക്കി. ഇനി നമ്മുടെ തവളയുടെ കാര്യം നോക്കിയാലോ. അവക്കൊരു കൊച്ചു തോട്ടമുണ്ടായിരുന്നു കേട്ടോ. ആ തോട്ടത്തിൽ ഒരു കിണറും. ആ കിണറിന് ഈ 3ാമത്തെ ഇടത്തരം ചക്രം വെച്ച് അവൾ നല്ലൊരു കപ്പിയും കയറും ഉണ്ടാക്കി. ആ കപ്പിയും കയറും ഉപയോഗിച്ച് വെള്ളം കോരി തോട്ടം നനച്ച് നല്ലപോലെ പഴങ്ങളും പച്ചക്കറികളും ഇനി തവളച്ചാർക്ക് തന്നെ ഉണ്ടാക്കാമല്ലോ. അവൾക്കും സന്തോഷമായി. നല്ല ഭംഗിയുള്ള ഒരു കുളവും അതിന്റെ പരിസരവുമായിരുന്നു അവരുടെ വീട്. അവിടെ നല്ല ഒരു കിണറും പിന്നെ നൂല് നൂൽക്കുന്ന ഒരു ചർക്കയും നല്ലൊരു ഉന്തുവണ്ടിയും അവർ ഉണ്ടാക്കി. ഇനി പൂവൻ കോഴിയോ, പൂവൻ കോഴി അത് നല്ല വെള്ളച്ചാട്ടമുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുവച്ച് ആ വലിയ ചക്രം തിരിച്ച് അരി പൊടിക്കുന്ന ഒരു മില്ലുണ്ടാക്കി. ആ മില്ലിൽ പൊടിച്ച അരിപ്പൊടി കൊണ്ട് വളരെയധികം പലഹാരങ്ങൾ ഉണ്ടാക്കി കൂട്ടുകാർക്ക് ഇഷ്ടം പോലെ കൊടുത്തു. സന്തോഷമായി അവർക്ക് എല്ലാവർക്കും. അങ്ങനെ ഇരിക്കെയാണ് അന്ന് ഇവരെ സഹായിച്ച മുയലച്ചൻ അതിലേ വന്നത്. മുയലച്ചനെ കണ്ടതും ഈച്ച അവൾ കൈകൊണ്ടുണ്ടാക്കിയ ഒരു കയ്യുറ കൊണ്ടുവന്നു. സന്തോഷത്തോടെ മുയലച്ചൻ അത് വാങ്ങി. അതുപോലെയോ ഉന്തുവണ്ടിയിൽ അവൾ കൊണ്ടുവന്ന കൂണുകൾ നമ്മുടെ മുള്ളൻ പന്നി മുയലച്ചന് നൽകി. നട്ടു നനച്ചുണ്ടാക്കിയ ക്യാരറ്റിൽ ഒരെണ്ണം തവളച്ചാരും മുയലച്ചന് സമ്മാനിച്ചു. അതുപോലെ പലഹാരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന നമ്മുടെ പൂവൻ കോഴിയോ പലഹാരങ്ങളിൽ ഏറ്റവും അവൾക്ക് പ്രിയപ്പെട്ട പലഹാരങ്ങളും പായസങ്ങളും നമ്മുടെ മുയലച്ചന് നൽകി. എല്ലാവരും കൂടെ ഇത്ര സന്തോഷത്തിൽ ഇതെല്ലാം ഉണ്ടാക്കിയപ്പോൾ ഇതെങ്ങനെയെന്ന് മുയലച്ചർ ഇവരോട് ചോദിച്ചു. അപ്പോഴാണ് കഥയെല്ലാം 4 കൂട്ടുകാരും മുയലച്ചനോട് പറഞ്ഞത്. അവൾക്കും സന്തോഷമായി. ഞാൻ ഇവരെ പൂജിച്ചെങ്കിലും ഇവരെത്ര ഭംഗിയായിട്ടാണ് ഈ 4 ചക്രങ്ങളും ഉപയോഗിച്ച് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തത്. ദൈവമേ, ഞാൻ ഇതൊന്നും ഓർത്തില്ലല്ലോ. മുയലച്ചന് അത്ഭുതവും സന്തോഷവും തനിക്ക് പറ്റിയ അമളിയും എല്ലാം അപ്പോഴാണ് മനസ്സിലായത്. കൂട്ടുകാർക്ക് എന്തേ ഇങ്ങനെ ഇഷ്ടപ്പെട്ടോ ഈ കഥ? എന്തൊക്കെയാണ് ഈ കഥയിൽ നിന്ന് കൂട്ടുകാർക്ക് മനസ്സിലായത്? നമ്മൾ ഒരു ഉപകാരവും ഇല്ലെന്ന് വിചാരിക്കുന്ന ചില കാര്യങ്ങളിൽ നിന്ന് നമുക്ക് വളരെ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അല്ലേ? അതിനുവേണ്ടി നമ്മൾ നമ്മളുടെ ബുദ്ധി ഉപയോഗിക്കണം, കഴിവ് ഉപയോഗിക്കണം, പരിശ്രമിക്കണം അല്ലേ?